ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്കൊക്കെ കുറേ പ്രതീക്ഷകളുണ്ടാവും. നല്ല സാലറി വേണം, സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാവണം, റെപ്യൂട്ടഡ് ആയ ഫീൽഡ് ആയിരിക്കണം, അങ്ങനെ ലിസ്റ്റ് അങ്ങ് നീണ്ടുപോകും. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലർക്കും കിട്ടുന്ന ജോലിയിൽ കയറി മോഡറേറ്റ് സാലറിയിൽ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. പേഴ്സണലായോ പ്രൊഫഷണലായോ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാകാറില്ല. ഇവിടെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കരിയർ ചോയ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ ഫർഹാൻ യാസിൻ എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ഹെൽത്ത് കെയർ മേഖലയിൽ ഏറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫർഹാൻ യാസിൻ. കോഴിക്കോട് ഒരു ചെറിയ ആശുപത്രിയിലെ PRO ആയി കരിയർ ആരംഭിച്ച അദ്ദേഹം ഇന്ന് കിംസിന്റെ കേരള ക്ലസ്റ്റർ CEO ആൻഡ് ഡയറക്ടറാണ്. ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു PROയ്ക്ക് 2.5 to 4 lakhs വരെ ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുക. ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ഒരു PROയിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഗ്രോത്ത് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് മാനേജർ, ഓപ്പറേഷൻസ് മാനേജർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അൾട്ടിമേറ്റ്ലി എ ഹോസ്പിറ്റൽ CEO ഓർ ഡയറക്ടർ. റോൾസ് വലുതാവുന്നതനുസരിച്ച് സാലറി റേഞ്ചും കൂടും. ഒരു എക്സ്പീരിയൻസ്ഡ് അഡ്മിനിസ്ട്രേറ്ററിന് 10 to 25 lakhs വരെ ഇന്ത്യയിൽ നേടാൻ പറ്റും. സീനിയർ അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ CEOസിനും ഒക്കെ ഈ റേഞ്ചിൽ തന്നെ പാക്കേജ് ഉണ്ടാകും. ഈ ലെവലിൽ ഒരു കരിയർ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസും ഉണ്ട്. ഈ പറയുന്ന സ്കിൽസൊക്കെ ഏതൊരാൾക്കും ട്രെയിൻ ചെയ്ത് നേടാവുന്നതേ ഉള്ളൂ. സ്ട്രോങ് ലീഡർഷിപ്പ്, എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അക്യുമെൻ, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ്. പിന്നെ ഏത് ഫീൽഡിലാണെങ്കിലും റിവാർഡിംഗ് ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരു കരിയറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ സ്കിൽസിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക എന്നതാണ്. സോ നല്ല മെൻറ്റർഷിപ്പും കോൺസ്റ്റൻ്റ് ആയി ട്രെയിനിങ്ങും നേടാനായാൽ ഈസിയായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിങ്ങളുടെ കരിയർ ആക്കാം.